അപ്പോൾ ഇത് വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ചേട്ടാ നമസ്കാരം, സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. അപ്പം മാട ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു വർഷം കാത്തിരുന്ന് വന്നിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ, എന്തൊക്കെയാണ് സന്തോഷങ്ങൾ? മായ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മിമിക്രിക്കാരുടെ അസോസിയേഷന്റെ സംഘടനയാണ്. അത് ഞങ്ങളുടെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. അപ്പൊ എന്തായാലും എല്ലാവരെയും ഒരു കൂടിക്കാഴ്ച ഒന്ന് കാണാനും സംസാരിക്കാനും അവരുടെ വിവരങ്ങളൊക്കെ അറിയാനും കുറെ ചിരിക്കാനും. അതെ, അതാണ് മെയിൻ കാര്യം. കാരണം ഇവരെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും ഇവർക്ക് കൗണ്ടർ അടിച്ച് ചിരിപ്പിക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. ചേട്ടാ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു കോമഡി പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്നത് ബീരാനിക്കയുടെ ശബ്ദമാണ്. എന്താണ് മോളെ ഈ പ്രപഞ്ചം കാണുന്നത്? എന്തോരും ആൾക്കാരെ വന്നേക്കുന്നത്, ഈറ്റെങ്കിലും മിടുക്കന്മാരായിട്ടെല്ലാം വന്നേക്കുന്നതെല്ലാം ഓളും മിടിക്കുകയാണ്, അത് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇക്കാന്ന് വിളിച്ചേ, കാരണം ആ ക്യാരക്ടറിൽ അങ്ങ് ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. കുറെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. നല്ല നല്ല സിനിമകളിലൊക്കെ കാണാൻ ഉറപ്പായിട്ടും. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിമിക്രി ആർട്ടിസ്റ്റാണ്, സിനിമാ നടനാണ്, അവതാരകനാണ്, പാട്ടും പാടും ഡാൻസും ചെയ്യും, സകല കലാവല്ലവനാണ്. പോട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പൊക്കണ്ട. കുറച്ച് സാധനം കട്ട് ചെയ്ത് കളയാം. പാട്ടും പാടും പാട്ടൊക്കെ പാടും കേട്ടോ, നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, എനിക്കറിയാം. നല്ല സന്തോഷം. ഞങ്ങൾ ഒരു കുറെ എന്താ പറയാ, ഇത്രയും ആൾക്കാരുടെ ഒരു കുടുംബമായിട്ട് ഒന്നിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകത ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇത്. കാരണം കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്നിക്കുന്നു. മിമിക്രിക്കാർ മാത്രമല്ല, മിമിക്രിയിൽ തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ മിമിക്രിയിൽ തന്നെ വെറൈറ്റികൾ അവതരിപ്പിക്കുന്ന ഒത്തിരി പഴയ തലമുറയും പുതിയ തലമുറയും ഒക്കെ ഒന്നിച്ചുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല എനിക്കറിയാം ചേട്ടൻ നല്ല തിരക്കുണ്ട്. ചേട്ടൻ കമ്മിറ്റിയിൽ അല്ലേ? കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അതിന്റെ ഓട്ടത്തിലും തിരക്കത്തിലൊക്കെയാണ്. പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഓ ശരി, ആയിക്കോട്ടെ. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരോടും കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്, അത് മാത്രമല്ല ഭയങ്കര സുന്ദരിയായിട്ട് ഇതാ ഇവിടെ വന്ന് നിന്ന് അത് കേട്ടോ കേട്ടോ. സുന്ദരിയായിട്ട് ചേച്ചി നമസ്കാരം, സുഖമായിട്ടിരിക്കണം. ഞങ്ങൾ ഒരുപാട് വർഷമായി കാണാൻ തുടങ്ങി. എത്ര വർഷം എന്ന് പറഞ്ഞാൽ വർഷം തന്നെ ഓർമ്മല്ല. പക്ഷെ അന്നും ഇന്നും എന്നും സുന്ദരി, ഒരു മാറ്റമല്ല. ചേച്ചി എങ്ങനെ പോകുന്നു? സാരിയുടെ ബ്ലോഗ് എന്റെ ദൈവം എനിക്ക് കാണുമ്പോ ചോദിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ സാധിക്കുന്നതൊക്കെ? അല്ല, സാധിക്കുന്നത് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല, ഇത് 10-25 വർഷത്തെ കളക്ഷനാണ് സാരി എന്ന് പറയുന്നത്. എങ്ങനെ ചേച്ചി ഇത്ര? അത് ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാം ചേച്ചിക്ക് സംസാരിക്കണം, പക്ഷെ ഈ സാരി ഒന്ന് നോക്കിയേ. നമ്മൾ സാധാരണ സെറ്റ് മുണ്ടിൽ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചോട്ടോ. വേറെ ഒരു എന്താ പറയുക, നമ്മളുടെ കുറച്ച് ഗ്ലിറ്ററിംഗ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കര രസമായി. താങ്ക് യു. അപ്പം വിശേഷങ്ങളിലേക്ക് പറയട്ടെ. വിശേഷങ്ങൾ എന്താ, സുഖമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം, ജൂൺ മാസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ടെലിവിഷന്റെ ആത്മയുടെ മീറ്റിംഗ്, സിനിമയുടെ അമ്മയുടെ മീറ്റിംഗ്, ഞങ്ങൾ മിമിക്രിക്കാരും മായയുടെ മീറ്റിംഗ്, അപ്പോൾ എല്ലാം സംഭവിക്കുന്ന ഈ ഒരു മാസമാണ്. നമ്മളെല്ലാവരും പറയുന്ന പോലെ ജൂൺ എന്ന് പറയുമ്പോൾ മഴയും അല്ലെങ്കിൽ പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് സാരിയുടെ ഒരു കാര്യം. ഒരുപാട് പേര് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കട്ടെ. എനിക്കറിയാം ചേച്ചിയുടെ യൂട്യൂബിലൂടെ അത് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ സാരിയുടെ കളക്ഷൻ കാണുമ്പോൾ എൻ്റെ ദൈവമേ, എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പേഴ്സണലി എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. അപ്പൊ ചേച്ചിയുടെ സാരിയുടെ കളക്ഷനെ കുറിച്ച് ഒന്നൊന്ന്. കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സാരി ഇഷ്ടമുള്ളൊരു സ്ത്രീയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സീരിയൽ അഭിനയം തുടങ്ങി അല്ലെങ്കിൽ സിനിമ അഭിനയം തുടങ്ങിയപ്പോൾ തൊട്ട് സീരിയലാണ് കൂടുതലും സാരീസ് യൂസ് ചെയ്യേണ്ടി വരിക. കാരണം മറ്റത് നമുക്കെല്ലാം കോസ്റ്റ്യൂം നമ്മൾ പ്രൊഡക്ഷൻ കമ്പനി തരാണല്ലോ. സീരിയൽസ് നമ്മൾ സ്വന്തമായിട്ട് കോസ്റ്റ്യൂം എടുക്കണം. അപ്പോൾ തൊട്ടാണ് ഈ ഒരു കളക്ഷൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ആവശ്യകത വന്നത്. പിന്നെ ഈ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു ചെറിയ ദുശീലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ വന്നത്. അല്ലാതെ നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം പോയി 1000 സാരി മേടിക്കുക അങ്ങനെയല്ല. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാളില് ഇത്രയും രസകരമായിട്ട് ഇത്രയും ഭംഗിയുള്ള ഇത്രയും വെറൈറ്റീസ് ഓഫ് സാരീസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, സാരികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ചേച്ചിനെ കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു ദൈവികതയാണ്, ഭയങ്കര ഐശ്വര്യമാണ്. കാരണം ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും
നമ്മൾ വിചാരിച്ചു അയ്യോ ദീപ ചേച്ചിനെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ലുക്കിൽ നിന്ന് മാറുമോ, കാരണം പലർക്കും അത് നെഗറ്റീവായിട്ട് വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഐശ്വര്യം ഭയങ്കര ദൈവികതയൊക്കെ ഉള്ള നമ്മുടെ ഗുണമല്ല, അതെ അതാണ് ഭഗവാൻ തരുന്നതാണല്ലോ. കാരണന്മാരുടെ സൗന്ദര്യം. തീർച്ചയായിട്ടും അത് പിന്നെ നമ്മൾ എന്താ പറയാ നശിപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചന്ദനക്കുറിയുടെ കാര്യവും, എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഒരു ധൈര്യവും എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജിയുമാണ്. അപ്പൊ അത് ഞാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ അത് അമ്പലത്തിൽ പോകാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയാൻ ചേച്ചി അവിടെ തിരക്കുള്ള കാര്യങ്ങളും ഇത് എവിടെ നിന്നാ ഇതൊന്ന് പറഞ്ഞുതരും, കാരണം ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്ത് തന്നതാണ്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞത് നല്ല സുന്ദരിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ചേച്ചി. താങ്ക് യു വെരി മച്ച്. ഒരുപാട് കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള, ഒരുപാട് ആരാധിച്ചിട്ടുള്ള കോമഡി മിമിക്സും പിന്നെ ഞാനും എന്നൊരു കാര്യം മാത്രം മതി ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ. വേറെ ആരുമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വന്തം പ്രസാദേട്ടൻ. പ്രസാദേട്ടൻ നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? എന്ത് പറയണു, മാടെ ആ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. സന്തോഷമാണ്. നിങ്ങൾ തുടങ്ങി വെച്ചവരാണ്. ഞാനും ഡിനീറ്റോവും ബക്രും ഒക്കെ കൂടെയാണ് ഇത് തുടങ്ങുന്നത് 14 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് വളർന്ന് പന്തലിച്ചു. ഇപ്പം മുമ്പ് ഞങ്ങളിങ്ങനെ അംഗങ്ങളെ അതിനകത്ത് ചേരാനായിട്ട് ഓരോരുത്തരുടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം അത് എല്ലാവർക്കും കൊടുക്കുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളിപ്പം മെമ്പർഷിപ്പ് കൊടുക്കുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇതിനകത്ത് ഒന്ന് ജോയിൻ ചെയ്യണം. ഇത് നല്ലൊരു വൈബല്ലേ, ഇത്രയും കലാകാരന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക. ഇവരെല്ലാവരും സ്റ്റേജ് കൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാർ സിനിമയിലോട്ട് പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു വേദിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമാണ്. തുടക്ക കാലഘട്ടത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തി നോക്കുമ്പോൾ എത്രത്തോളം വളർച്ചയാണ് മായിൽ പ്രസാദേട്ടന് കാണാൻ സാധിക്കുന്നത്? മായിലുള്ള മാ വളർന്നു, മായുടെ ഫണ്ട് വർദ്ധിച്ചു, ഒരുപാട് ചാനലുകളിൽ പ്രോഗ്രാം ചെയ്തു, മായ്ക്ക് സ്വന്തമായിട്ട് ഓഫീസ് ബിൽഡിംഗ് എല്ലാം എടുത്തു. അതിനൊക്കെ പുറമെ മായിലുള്ള കലാകാരന്മാരും വളർന്നു. അന്നത്തെ മ്യൂസിക്കാരൊക്കെ ഇപ്പം എല്ലാം സിനിമാക്കാരും സംവിധായകരും ഒക്കെ ആയി. നല്ല ശതമാനം പുതിയ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരും ഒക്കെ വേറെ തലങ്ങളിലോട്ട് പോകും. ഇതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള കോമഡിയും മിമിക്സും എന്ന് ഞാനും, ഇനി എപ്പോഴാണ് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് കിട്ടുക? ഇല്ല, ഞാനിപ്പം പ്രോഗ്രാമുകളിൽ ജഡ്ജായിട്ട് ഇരിക്കുന്നു. കൂടുതൽ ഇപ്പം ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാമിലാണ് ഇപ്പം ഫ്ലവേഴ്സിൽ ഇരിക്കുന്നുണ്ട്. പഴയ ആ ഒരു ടീമിനെ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പോകുന്നില്ല. മാത്രമല്ല പട്ടണത്തെ പോലെ 20 പേരും 25 പേരുമായിട്ടുള്ള ടീമൊന്നും ഇപ്പം നടക്കില്ല. ടിക്കറ്റൊക്കെ ഇപ്പം എല്ലാം 8 പേര് 9 പേര് 6 പേര് അങ്ങനെയുള്ള ടീമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ എല്ലാം ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. എല്ലാ വിദേശങ്ങളിൽ ചെന്ന് അവിടെ ഡാൻസ് ഉണ്ട്, ഓർക്കസ്ട്ര ഉണ്ട്, എല്ലാം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. പണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഒറ്റ ഒരു ടീമായി നമ്മൾ തന്നെ സെറ്റായിട്ട് പോകണം. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, തിരക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്, നടക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല പരിപാടികൾ ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കട്ടെ പ്രസാദ്. ഓക്കെ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.